ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഡെയിലി വ്ളോഗിൽ സ്വാഗതം. നമ്മൾ ഇന്നലെ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു. നമുക്ക് പുറത്ത് പോകണം, കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്, പിന്നെ കുറച്ച് കുക്കിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം. ഹായ് ഗൈസ്, അപ്പം നമ്മൾ രാവിലെ കിച്ചണിലേക്ക് വന്നപ്പോൾ അഞ്ചു ഇവിടെ ഉണ്ട്. അഞ്ചു ഇതല്ലേ അഞ്ചു അതുപോലെ ഇതല്ല ഓക്കെ. അപ്പം നമുക്ക് നമ്മുടെ വേസ്റ്റ് നമുക്കൊന്ന് പുറത്തേക്ക് കൊണ്ടുപോയി കളയണം. ഇതെല്ലാം ഫുള്ള് കൂടി കൂമ്പാരമായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ സാധനങ്ങൾ കളയുന്നത് നമ്മുടെ ബാക്ക് യാർഡിലുള്ള ഈ ബിന്നുകളിലേക്കാണ്. അപ്പോൾ അതെല്ലാം ഓൾമോസ്റ്റ് ഫിൽഡ് ആണ്. എന്ത് ചെയ്യും? ഇതിപ്പോ എവിടെ കളയണ്ടേ? ഫുള്ളി ടോട്ടൽ കൺഫ്യൂസ്ഡ് ആണ്. ബ്രൗൺ നിറഞ്ഞിരിക്കുകയാണ്. ബ്ലൂവിൽ സ്ഥലമുണ്ട്, പക്ഷെ ബ്ലൂവിൽ അങ്ങ് ഇടാൻ പറ്റത്തില്ല. ബ്ലാക്ക് ഇന്ന് വെക്കേണ്ടതാ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഇതൊന്ന് ക്ലിയർ ചെയ്യാം. ആ ബ്രൗൺ ബ്ലാക്ക് ഒന്ന് കെട്ടി അങ്ങോട്ടേക്ക് വെക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇത് കെട്ടി അങ്ങ് കളയാം. മണ്ണില് ഇതാ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ വള്ളി ഉണ്ടുണ്ട്, കുഴപ്പമില്ല, നമുക്ക് ഈസി ആയിട്ട് കെട്ടാം. എളുപ്പമല്ലേ? അല്ലെങ്കിൽ പിന്നെ അതെടുത്ത് വളച്ച് കെട്ടി വള്ളി മുറിഞ്ഞും പോയി. നമ്മൾ നേരെ എടുത്ത് നമ്മുടെ ബ്ലൂവിലേക്ക് ഇടുന്നു. ബ്ലൂവിലേക്ക് ഇട്ട് വിടാനല്ല, നമ്മൾ എടുത്ത് മാറ്റും, കാരണം ഇത് ഫീൽഡല്ലേ. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. സുഡ പൊറോട്ടയും മുട്ടക്കറിയും ചായ ഉണ്ട്. അഞ്ചു സ്പെഷ്യൽ നല്ല ഫ്ലഫി ചായ ഉണ്ടാവും. എനിക്ക് ഇത്രയും പതപ്പിച്ചെടുക്കാൻ അറിയത്തില്ല. പിന്നെ നമുക്ക് ബ്ലാക്ക് ബാഗിൽ പുതിയ കവർ വേണം. കവർ എവിടെ ഇരിക്കണേ? കവർ ഇവിടെ ഉണ്ട് ഗൈസ്. നമ്മൾ കവർ എടുത്തിട്ട് അവിടെ ഇടുന്നു. അപ്പോൾ കവറും കൂടെ ഇട്ടപ്പോഴേക്കും സംഭവം സെറ്റ്. ആ ഒരു ടാസ്ക് അവിടെ കഴിഞ്ഞു. യെസ്, ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളിലേക്ക് കിടക്കണം. ഉച്ചയ്ക്ക് ചോറിന് കറി ഉണ്ടാക്കാനായിട്ട് അഞ്ച് ഇവിടെ നമ്മുടെ ചെമ്മീൻ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങുന്നു. പിന്നെ കറിയായിട്ട് എന്തൊക്കെയുണ്ട്? പയർ തോരൻ, മുട്ടക്കറി, പിന്നെ കാബേജ് തോരൻ. വ്യത്യസ്തമായ ഒരു സിനിമയായി മാറാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. എന്താ പറയണ്ടേ, അതിനകത്തുള്ളൊരു ഫാമിലി അല്ലെങ്കിൽ ആ ഫാമിലി മാൻ. നമുക്ക് വെള്ളം എടുക്കണം, പിന്നെ പ്രോട്ടീൻ ഷേക്ക് കുടിക്കണം. അങ്ങനെ ഗൈസ്, ഞാനും അഞ്ചും കൂടെ ജിമ്മിൽ പോവാണ്. ജിമ്മിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇന്ന് ഭയങ്കര മൂടിക്കെട്ടൊരു കാലാവസ്ഥയാണ്. 1 hour ജിമ്മിൽ സ്പെൻഡ് ചെയ്യുന്ന ശേഷം നമുക്ക് പർച്ചേസിന് പോകണം. അപ്പോൾ ഗൈസ്, നമ്മൾ ജിമ്മിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം സ്ട്രെച്ചിങ് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡേ 2 ആണ്. നമ്മൾ ചെയ്യുന്നത് ലാറ്റ് പുൾ ഡൗൺ, സീറ്റഡ് കേബിൾ റോ, ഡംബൽ റോ, ബൈസെപ്പ് കേള്, ഹാമർ കേൾസ്, ഷ്രഗ് ഒക്കെ ചെയ്ത് നമ്മൾ നിർത്തുന്നു. സോ നമ്മുടെ ലാറ്റ് പുൾ ഡൗൺ ആണ് ഫസ്റ്റ് വർക്കൗട്ട്. നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഗൈസ്. 27 kg സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത വർക്കൗട്ട് സീറ്റഡ് കേബിൾ റോ ആണ്. നമ്മുടെ അടുത്ത വർക്കൗട്ട് ഡംബൽ റോ ആണ്. 7, 8. ഇനി നമുക്ക് 3 വർക്കൗട്ടും കൂടെ ഉണ്ട്. ബൈസെപ്പുകളും ഹാമർ കേളും പിന്നെ ഷ്രഗും. അപ്പോഴേക്കും
ബെറ്റർ. ഓക്കെ ഗൈസ്, 1 ആടല്ലേ, 2 2 3 ഗൈസ്. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വർക്കൗട്ട് ഫ്രഗാണ്. വർക്കൗട്ട് കഴിഞ്ഞു, നമ്മൾ സ്ട്രെച്ചിങ്ങിലേക്ക് കടന്നു. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു, നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നു. അങ്ങനെ നമ്മൾ ആൾഡിയിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് പർച്ചേസിങ് കഴിഞ്ഞിട്ട് വേണം ഇനി വീട്ടിൽ പോകാൻ. പ്ലം ഓർമ്മ നമുക്ക് ഗ്രീക്ക് യോഗേർട്ട് ഓർമ്മ. അതിന് ഫാറ്റില്ല, സിറപ്പിന് ഫാറ്റ്. ഓക്കെ, ബ്രെഡ് അങ്ങനെ ഇത് കഷ്ണം കഷ്ണമായിട്ടോ 1-2 കാണുള്ളായിരിക്കും. അടുത്ത് പാലാണ് എടുക്കേണ്ടത്. നമുക്ക് 1 2 അതിനത് കൊള്ളാവോ? നമ്മുടെ സാധനങ്ങളോട് ബില്ലടിക്കാൻ വന്നിരിക്കും. നമ്മൾ തന്നെ സെൽഫ് ചെക്കൗട്ടാണ്. നമ്മളെ നോക്കാനും പറിക്കാനൊന്നും ആരുമില്ല, നമുക്ക് തന്നെ അടിക്കാം. നമ്മൾ ബില്ല് കിട്ടി, ഇനി സാധനങ്ങൾ പാക്ക് ചെയ്ത് നമ്മൾ പോകുന്നു. അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങി ആളുടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ടെസ്കോയിലേക്കാണ്. നമുക്ക് ഒരു കപ്പ് സിറപ്പ് മേടിക്കണം, പിന്നെ മുട്ട മേടിക്കണം, പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് മേടിക്കണം. മുട്ട ഇവിടെ X15 അങ്ങേറ്റത്ത് മേളിൽ. അതെ, ഇവിടെ മുട്ട ചിലപ്പോഴേക്കും മിസ്സിങ് ആവും ഗൈസ്. അതുകൊണ്ട് നമ്മളെല്ലാ ബോക്സും തുറന്നു നോക്കിയാണ് എടുക്കാൻ. ബിസ്ക്കറ്റ് കോക്കനട്ട് ഒരു 3 എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കപ്പ് സിറപ്പ് ഫോർ ഡ്രൈ കഫ്. ഏതാ ഡ്രൈ കഫിനുള്ളത്? ഇതല്ലേ? അഞ്ച് ഇത് ഭയങ്കര ഷുഗർ അല്ലേടാ? ഇത്ര ഷുഗറുള്ള കാര്യം കഴിക്കണോ? നീ കഴിക്കണ്ടടാ, ഞാൻ കഴിക്കത്തില്ല. നീ കഴിക്കണോ? ഞാൻ കഴിക്കും. നമ്മളങ്ങനെ ടെസ്കോന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. സാധനമൊക്കെ എടുത്തിട്ടുണ്ട്, നമ്മൾ വീട്ടിലേക്ക് കയറുന്നു ഗൈസ്. അങ്ങനെ വണ്ടി ലോക്ക് ചെയ്ത് ഗൈസ്. ഇനി ഇതെല്ലാം എടുത്ത് നമുക്ക് അടുക്കി പെറുക്കി വെക്കണം. ഓക്കെ, റൂമിലൊക്കെ പോയി വന്നിട്ട് നമ്മൾ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഫുഡ് കഴിക്കണം ഗൈസ്. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫുഡ് വേസ്റ്റിൻ്റെ കവർ ഫില്ലായി. അപ്പോൾ നമുക്കത് കൊണ്ടുപോയി കളയണം. നാളെ ബിന്ന് കളക്ട് ചെയ്യാനായിട്ട് ആൾ വരുന്നുണ്ട്. സോ നമ്മൾ ഈ പിങ്ക് ബിന്നിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് എവിടെ കൊണ്ടുപോയി വെക്കണം. ഏതാ ബ്രൗൺ എടുക്കണോ? ഇതാ? ഓക്കെ, 2 ബിന്നും കൊണ്ടുപോയിക്കണം. അങ്ങനെ അപ്പം നമ്മളിത് അവിടെ കൊണ്ടുപോയി വെക്കണം. പൂച്ചപ്പട്ടി വീട്ടിൽ കയറി പോവാം. അപ്പം ഇനി ഇത്രേ ഉള്ളൂ ഗൈസ്. ഇത്രേ ഉള്ളൂ. ബൈ.